എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 228-ാമത്തെയാണ്. നമ്മുടെ ബുക്ക് റിവ്യൂവിനെ സംബന്ധിച്ചവരെ 18-ാമത്തെ വീഡിയോ ആണ്. ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിർത്തുമ്പം സദ്ഗുരു ഒരു 90 ദിവസത്തെ ഇൻറ്റൻസീവ് ഹോൾ പ്രോഗ്രാം തുടങ്ങിയിരുന്നു, അനൗൺസ് ചെയ്തിരുന്നു. അതിന് 50 പേര് രജിസ്റ്റർ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ജൂലൈ 13-ാം തീയതി അത് കൃത്യമായിട്ട് തുടങ്ങി. അതിൻ്റെ മുമ്പത്തെ ദിവസം എത്ര മഴയായിരുന്നു എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു. ആ മഴ പെയ്ത രീതി കണ്ടപ്പം 50 പേരിൽ 5 പേര് പോലും വരുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ 13-ാം തീയതി രാവിലെ പ്രോഗ്രാം തുടങ്ങിയപ്പം 50 പേരും വന്നിരുന്നു. അത് തന്നെ ഒരു വലിയ ഒരു അതിശയം ആയിട്ടാണ് ആളുകൾ കണ്ടത്. ഓക്കെ, അത് ഇപ്പോൾ പ്രോഗ്രാം തുടങ്ങി. പ്രോഗ്രാം എന്ന് വെച്ചാൽ സദ്ഗുരുവിൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സാധാരണ പ്രോഗ്രാമൊന്നുമല്ല. നമ്മളെ മുള്ളിൻ്റെ പുറത്ത് നിർത്തുന്ന പോലെയുള്ള പ്രോഗ്രാം ആയിരിക്കും. അപ്പം രാവിലെ 5 മണിക്ക് തുടങ്ങും. അതേ ലേറ്റാണ്. രാവിലെ 5 മണിക്ക് തുടങ്ങും. പിന്നെ ഉച്ചയ്ക്ക് 2 തൊട്ട് 4 വരെ മാത്രം ബ്രേക്ക്. പിന്നെ 4 മണിക്ക് തുടങ്ങിയാൽ രാത്രി 12 വരെ സാധന മെഡിറ്റേഷൻ എല്ലാം. പിന്നെ അടുത്ത ദിവസം തുടങ്ങും അതേ സമയത്ത്. അങ്ങനെ ഒരു ദിവസത്തിൽ 15 മണിക്കൂർ കുറഞ്ഞത് സാധനയ്ക്കായിട്ടായിരിക്കും ചിലവിടുന്നത്. വേറെ ഒന്നും നമ്മൾ പാർട്ടിസിപ്പൻസിന് അറിയേണ്ട കാര്യമില്ല. ഫുഡൊക്കെ വരേണ്ട സമയത്ത് വരും, നമ്മൾ പോവുക, കുളിക്കുക, നമ്മളുടെ തുണി നനയ്ക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നിനും നമ്മളെ വിളിക്കത്തില്ല. എല്ലാം വന്നോളും നമ്മളെ തേടി. ചായ ആണെങ്കിൽ ചായ, കാപ്പി ആണെങ്കിൽ കാപ്പി, അല്ലെങ്കിൽ കഴിക്കുന്നത് എന്തോ കഴിക്കാനുള്ളതെല്ലാം അതാത് സമയത്ത് അവിടെ വന്നോളും. അങ്ങനെയാണ് എല്ലാ പ്രോഗ്രാമും പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇവിടെ സദ്ഗുരു നേരത്തെ പറഞ്ഞു, നിങ്ങൾ 50 പേര് വന്നത് ഇവിടെ ഒരു പ്രത്യേക സാധന പഠിക്കാനും ചെയ്യാനുമാണ്. പ്രത്യേകമെന്ന് വെച്ചാൽ ഒന്നല്ല, പല കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു തരാൻ തയ്യാറാണ്. അത് പക്ഷേ ഒരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിലായിരിക്കണം ചെയ്യേണ്ടത്. കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ എന്തുവാ? ഒരു ഗുരുവിൻ്റെ കീഴിൽ വേണം ഇരുന്ന് ചെയ്യാൻ. ഗുരുവിൻ്റെ കീഴിൽ ഇരുന്ന് ചെയ്യണമെന്ന് വെച്ചാൽ ഗുരുവിൻ്റെ നിയന്ത്രണത്തിൽ വേണം അത് നമ്മൾ പഠിച്ചെടുത്ത് ചെയ്യാൻ. എന്താണെന്ന് വെച്ചാൽ അതിൽ ചില സൈഡ് ഇഫക്ട്സ് ഒക്കെ എന്തെങ്കിലും വന്നാൽ നമുക്കത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. സാധാരണ ഒരു മനുഷ്യന് അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു ഗുരുവിനറിയാം. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംയമ പോയപ്പം തന്നെ ഞങ്ങൾ എല്ലാവരുടെ അടുത്തും ഓപ്പണായിട്ട് പറഞ്ഞു, ഇനി ഉള്ള കാര്യങ്ങൾ ഹയർ ലെവലൊക്കെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ തയ്യാറല്ല. നിങ്ങൾ അങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആശ്രമത്തിൽ വന്ന് വേണം പഠിക്കാൻ. എന്താണെന്ന് വെച്ചാൽ ആശ്രമം എന്ന് പറയുന്നത് ഒരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറാണ്. അവിടെ എന്തും ഗുരുവിനറിയാതെ നടക്കാൻ പോകുന്നില്ല. അപ്പം ഗുരുവിൻ്റെ സൂപ്പർവിഷനിൽ വേണം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും പറ്റുന്നത്. നമ്മളായിട്ട് വീട്ടിൽ ഇരുന്ന് ചെയ്യുന്ന സംഗതികളല്ല. ഓക്കെ, അപ്പം ഇവിടെ ചില കാര്യങ്ങളൊക്കെ സദ്ഗുരു വളരെ സ്ട്രിക്റ്റായിട്ടും വളരെ പ്ലാൻഡായിട്ടും ഇരുന്നു. ഒന്ന്, അവരുടെ പാർട്ടിസിപ്പൻസിൻ്റെ 7 ചക്രാസിനെയും ആക്ടിവേറ്റ് ചെയ്യണം. അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുമാത്രമല്ല, നമ്മളുടെ ദേഹം എന്ന് പറയുന്നത്, നമ്മളുടെ ദേഹത്ത് കോടാനുകോടി സെൽസ് ഉണ്ട്, കുഞ്ഞു സെൽസ്. ഈ സെൽസ് എല്ലാമേ പഞ്ചഭൂതങ്ങളാലായതാണ്. പഞ്ചഭൂതങ്ങൾ എന്ന് വെച്ചാൽ എന്തുവാ? 5 എലിമെൻറ്റ്സ്. എന്തൊക്കെയാണ് 5 എലിമെൻറ്റ്സ്? മണ്ണ് അല്ലെങ്കിൽ നിലം, പിന്നെ വെള്ളം, പിന്നെ അഗ്നി, തീ, ഇത് കാറ്റ് അല്ലെങ്കിൽ വായു, ഇത് ആകാശം. ഇപ്പം ഇതാണോ ആകാശമെന്ന് ചോദിച്ചാൽ അതല്ല. ആകാശം എല്ലാവർക്കും അറിയാം. ഇപ്പം ഈ 5 വിരലും ഈ പഞ്ചഭൂത തത്വങ്ങളെ കുറിക്കുന്നതായിട്ട് നമ്മൾ ഭാവിക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം.
അപ്പം മണ്ണ് അല്ലെങ്കിൽ നിലം, ഭൂമാദേവി, ഭൂദേവി, അതാണ് ഇത് വെള്ളം, ഇത് അഗ്നി, ഇത് വായു അല്ലെങ്കിൽ കാറ്റ്, ഇത് ആകാശം. ഈ 5 ഭൂതങ്ങളെ കുറിക്കുന്ന 5 എലിമെൻസിനെ കുറിക്കുന്നതാണ് ഈ ചൊല്ല് ന മ ശി വ യ. ന മ ശി വ യ. ഇതൊക്കെ സിദ്ധர்கள் ഉണ്ടാക്കിയ സംഗതികളാണ്. ഓക്കെ, നമ ശിവായ. അതുകൊണ്ടാണ് ഈ നമശിവായ എന്ന് പറയുന്നത് ഒരു മന്ത്രവും എന്നല്ല പറയുന്നത്, പഞ്ചാക്ഷരം എന്നാണ് അതിനെ പറയുന്നത്. ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എഴുത്ത് കാണും, അല്ലെങ്കിൽ 2 എഴുത്ത് കാണും, അല്ലെങ്കിൽ 3 എഴുത്ത് കൂടിപ്പോയാൽ. അതിന് മുകളിൽ വലുതായിട്ട് മന്ത്രങ്ങളില്ല. പക്ഷേ ഇത് പിന്നെ ശ്ലോകങ്ങളൊക്കെ ഉള്ളൂ. ഇത് പഞ്ചാക്ഷരം എന്ന് പറഞ്ഞാൽ 5 അക്ഷരം, 5 അക്ഷരം. ന മ ശി വ യ. അപ്പം സിദ്ധന്മാർ പണ്ടേ പറഞ്ഞതാണ് അണ്ടത്തിലുള്ളതേ പിണ്ടത്തിലും. അണ്ടമെന്ന് വെച്ചാൽ പ്രപഞ്ചം, പിണ്ടമെന്ന് വെച്ചാൽ നമ്മുടെ ദേഹം. അപ്പോൾ ഈ പ്രപഞ്ചം 5 എലിമെൻസാലായത്, നമ്മുടെ ദേഹവും 5 എലിമെൻസാലായത്. അതുമാത്രമല്ല, സദ്ഗുരുവിൻ്റെ കൂട്ട് വലിയ യോഗികളൊക്കെ പറഞ്ഞതും അത് സത്യവുമാണ്. അതായത് ഈ പഞ്ചഭൂതങ്ങളിൽ ഏതെങ്കിലും ഒരു തത്വത്തിനെ, വായുതത്വമുണ്ട്, അഗ്നിതത്വമുണ്ട്, നീർത്തത്വം, വെള്ളത്തിൻ്റെ തത്വമുണ്ട്, ജലം തത്വമുണ്ട്, ഭൂമി തത്വമുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു തത്വത്തിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയാൽ, കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ നമ്മളാണ് രാജാവ്. ബാക്കിയെല്ലാം തന്നെത്താനെ അതിൻ്റെ സ്ഥലത്ത് വന്ന് നിൽക്കും. അതാണ് ഈ പഞ്ചഭൂതക്രിയ എന്ന് പറഞ്ഞു തരുന്നത്. അത് ഈശായിലുള്ളതാണ്, ഞാനും ചേർന്ന് പഠിച്ചിട്ടുണ്ട്. അത് ഇന്ന് വരെ ഞാൻ ചെയ്യുന്നുമുണ്ട് രാവിലെ, പഞ്ചഭൂതക്രിയ. ഓക്കെ, അപ്പം ഈ 7 ചക്രാസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്, പഞ്ചഭൂതങ്ങളിനെ കൺട്രോൾ ചെയ്യുന്നത്, പിന്നെ ഇടകല, പിങ്കള, സുഷുമ്ന നാഡിയെക്കുറിച്ച് പഠിക്കുന്നത്, അതിനെ കൺട്രോൾ ചെയ്യുന്നത്, അങ്ങനത്തെ വളരെ സെൻസിറ്റീവായിട്ടുള്ള സാധനങ്ങളാണ് ഈ 50 പേർക്ക് ഈ സ്പെഷ്യൽ 90 ഡേ പ്രോഗ്രാമിൽ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ പാർട്ടിസിപ്പൻസൊക്കെ പറയുന്നത് സദ്ഗുരു ഞങ്ങളെ തീയുടെ പുറത്താണ് നിർത്തിയിരുന്നേ എന്നാണ് പറയുന്നത്. തീയുടെ പുറത്ത് നിർത്തിയിരുന്നെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇൻറ്റൻസീവായിട്ട്, അത്രയ്ക്ക് ശക്തമായ ഒരു പ്രാക്ടീസാണ് സദ്ഗുരു കൊടുക്കുന്നത്. പിന്നെ പറയുന്നത് ഞങ്ങളുടെ ഗുരു തന്നെ ബോൾ ഓഫ് ഫയറാണ്. ഞങ്ങളുടെ ഗുരു തന്നെ ഒരു ഫയർ ബോളാണ്. അപ്പം ഗുരുവിൻ്റെ ശിഷ്യന്മാരെങ്ങനെ ഇരിക്കും? ആ ഗുരു എങ്ങനെ ശിഷ്യന്മാരെ പഠിപ്പിക്കും? തീയുടെ മീതെ നടക്കുന്ന പോലെ ആയിരിക്കും പഠിപ്പിക്കുന്നത്, ഇല്ല? അത്രയ്ക്ക് സെൻസിറ്റീവായിട്ട്, അത്രയ്ക്ക് നല്ല സൂക്ഷ്മതയോട് കൂടിയ കാര്യങ്ങളായിരിക്കും പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം കിരൺ എന്നൊരു പാർട്ടിസിപ്പൻറ്റ്, ഒരു വോളണ്ടിയറായിരുന്നു കിരൺ. പിന്നെ സ്വാമിജിയായിട്ട് അവിടെ തന്നെ ഈശായിൽ തന്നെ ചേർന്നു. അദ്ദേഹം പറയുന്നത് ഈ 50 പേരിരുന്ന് ചെയ്യുന്നില്ലയോ ഒരു മെഡിറ്റേഷൻ ഹാൾ, അത് പക്ക ഹാളൊന്നുമല്ല, അതൊക്കെ നമ്മൾ നേരത്തെ കണ്ടു, കൂരവേഞ്ഞ സ്ഥലമാണ്. എന്നാലും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അത് മെഡിറ്റേഷൻ ഹാള് തന്നെയാണ്. അപ്പോൾ ആ മെഡിറ്റേഷൻ ഹാളിൽ കയറുമ്പം തന്നെ അത്രയ്ക്ക് എനർജിയാണ്. അപ്പോൾ ഒരാൾ വെളിയിൽ നിന്ന് അകത്ത് കയറുമ്പം തന്നെ ആ എനർജിയുടെ വ്യത്യാസം നമുക്കറിയാം. ചിലപ്പോൾ ആ എനർജി നമ്മളെ കൊണ്ട് തന്നെ താങ്ങാൻ വയ്യാതെ ആ റൂമിൽ നിന്ന് വെളി വരും, ആ സ്ഥലത്തു നിന്ന് നമ്മൾ ഓടി വരും. അത്രയ്ക്ക് ജാം പാക്ഡ്, എനർജി ഫുൾ സ്ഥലമാക്കി വെച്ചിരുന്നു. എന്നുവെച്ചാൽ പറഞ്ഞു തരുന്ന ഗുരു അങ്ങനെ, ചെയ്യുന്ന പാർട്ടിസിപ്പൻസും അങ്ങനെയാണ്. അതുകൊണ്ട് അപ്പോൾ അവർക്കൊക്കെ വേറെ ഒന്നുമില്ല. അവർ 3 മാസം വീടും കൂടും ഒക്കെ വിട്ടിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ യോഗ മാസ്റ്ററുടെ പുറത്തുള്ള ഒരു വിശ്വാസം,
നമുക്ക് എന്തെങ്കിലും പഠിച്ചേ പറ്റൂ, നമ്മൾ എന്തെങ്കിലും സാധിച്ചേ പറ്റൂ എന്നുള്ള ഒരു വേഗം, ആ വേഗമാണ് വേണ്ടിയത്. ഓക്കെ, ഗുരു പറഞ്ഞു തരുന്നതിന് ഉള്ള വേഗത്തിനെ കാട്ടിലും ഒരു ശിഷ്യന് പഠിച്ചെടുക്കണം, മാക്സിമം ഗുരുവിൻ്റെ അടുത്തു നിന്ന് പഠിച്ചെടുക്കണം എന്നുള്ള ഒരു വേഗം ഉണ്ടെങ്കിൽ മാത്രമേ ആ ശിഷ്യൻ നന്നായി വരത്തുള്ളൂ. അപ്പോൾ ഈ 50 പേരും അങ്ങനെയാണല്ലോ, എല്ലാം തീരുമാനിച്ചാണല്ലോ വന്നിരിക്കുന്നത്. അപ്പം അവർക്കും ഭയങ്കര ഒരു ഇൻട്രസ്റ്റോടെയാണ്, ഫുൾ 100% ഇൻവോൾവ്മെൻറ്റ്, മനസ്സ് 100% മനസ്സിരുത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ശ്രീനിവാസ് എന്ന ഒരു വോളണ്ടിയർ, അദ്ദേഹവും കുറേ നാൾ ഈശായുടെ കൂടെ തന്നെയാണ് നിന്നത്. ശ്രീനിവാസ് പറയുന്നതെന്ന് വെച്ചാൽ, ഞാനും 3/4 സമയവും ഈ ബോധം കെട്ട രീതിയിലാണ്, ഇൻടോക്സിക്കേറ്റഡ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അതായത് കുടിച്ച് മതിയാകുമ്പോൾ എങ്ങനെ അങ്ങനെ ബോധം കെട്ട രീതിയിലാണ് ഞാനിങ്ങനെ നടക്കുന്നത്. അവിടെ വെച്ചാൽ അത്രയ്ക്ക് അവിടെ എനർജി, അതിനെ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. സാധാരണ ആൾക്കാർക്കൊക്കെ പോകുമ്പോൾ അത് താങ്ങാൻ പറ്റത്തില്ല, അത്രയ്ക്ക് എനർജി നിറഞ്ഞ സ്ഥലമായിരുന്നു. സോളിഡായിട്ടുള്ള എനർജിയാണ് നമുക്കവിടെ പോയി ഫീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഒരു 10 ദിവസം ഇങ്ങനെ പോയി, എല്ലാം പ്ലാൻ പ്രകാരം പോയി. ഒരു ദിവസം രാവിലെ ജഗ്ഗി വന്ന് പറഞ്ഞു, ഞാൻ ഇന്ന് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, പക്ഷേ ഇത് നടക്കുന്നതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും എന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ 50 പേരും ഈ ഒത്ത മനസ്സോടുകൂടി അവിടെ വന്ന് സാധനകൾ ചെയ്യുമ്പം ഒരുപാട് മാസ്റ്റേഴ്സൊക്കെ അവിടെ വരും. ഈ മാസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ആരാ? ഈ നമ്മൾ ടീച്ചേഴ്സിനെ മാസ്റ്ററെ എന്ന് വിളിക്കുന്നില്ല, അങ്ങനല്ല. സ്പിരിറ്റ് മാസ്റ്റേഴ്സ്, അതായത് ആസ്ട്രൽ മാസ്റ്റേഴ്സ്, അതായത് നമ്മളെക്കാട്ടിലും ഉയർന്ന തലത്തിലുള്ള ആത്മാക്കൾ. അതായത് നമ്മളിപ്പോൾ 3D വേൾഡിലാണ് ഇരിക്കുന്നത്. 5G വേൾഡിലുള്ള 3G വേൾഡിൽ നിന്ന് 5G വേൾഡിലോട്ട് ഉയർന്ന ആസ്ട്രൽ മാസ്റ്റേഴ്സ്, അവരൊക്കെയാണ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ആ മാസ്റ്റേഴ്സൊക്കെ അവിടെ വന്ന് നിൽക്കും നമ്മൾ ചെയ്യുന്നത് കാണാൻ. എന്നുവെച്ചാൽ അവർക്ക് നമ്മൾ ചെയ്യുന്നതിലൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പം നമ്മളെ കറക്റ്റ് ചെയ്യാനും നമ്മളെ അനുഗ്രഹിക്കാനും ഒക്കെയാണ് അവരവിടെ വന്ന് നിൽക്കുന്നത്. അപ്പം ജഗ്ഗി പറഞ്ഞത്, ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, പക്ഷേ എല്ലാം നടക്കുന്നുണ്ട്. എന്നുവെച്ചാൽ എന്നെക്കാട്ടിലും ഒരുപാട് മാസ്റ്റേഴ്സ് അവിടെ ഉണ്ട്, ഒരുപാട് മാസ്റ്റേഴ്സ് ഇവിടെ വന്ന് ഇരിപ്പുണ്ട്, അവർ തന്നെ നമ്മളെ വഴി നടത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിലാണ് പോകുന്നത്. പക്ഷേ അങ്ങനെ ജഗ്ഗിക്ക് പറയണമെന്ന് തോന്നി പറഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷേ എല്ലാം തന്നെ നല്ല രീതിയിൽ പ്ലാൻഡ് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പോകെ ഈ ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ പറയാൻ പോയാൽ ഈ സംയമ പ്രോഗ്രാമിൽ കറക്റ്റ് സമയത്തിന് ബെല്ലടിക്കും, കറക്റ്റ് സമയത്തിന് ഫുഡാണ്, എല്ലാം സത്തുള്ള ഫുഡുകളാണ്. കുക്ക്ഡ് വെജിറ്റബിൾസും കഞ്ഞിയും അല്ലെങ്കിൽ കഞ്ഞിവെള്ളവും, നല്ല അച്ചാറായിരിക്കും അവിടുത്തെ അച്ചാർ, അതും പഴങ്ങളുമേ ഉള്ളൂ. പക്ഷേ 4-5 ദിവസം തുടർന്ന് ഇത് തന്നെ കഴിക്കുമ്പോഴേ നമുക്കത് ശീലമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് മുഖത്തിലിട്ടടിച്ച പോലെ ഇരിക്കും. ഒരു ഇഡ്ഡലിയും സാമ്പാറും കിട്ടിയാലോ, അല്ലെങ്കിൽ ഒരു നല്ല ചോറും ചമ്മന്തിയും കിട്ടിയാലോ ഒന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. എനിക്കും അങ്ങനെ ആയിരുന്നു. എനിക്കെല്ലാം റെഡിയാണ്, എല്ലാത്തിനും ഞാൻ തയ്യാറാണ്. പക്ഷേ സംയമ പ്രോഗ്രാമിൽ ഒരു 4-5 ദിവസം ആയപ്പം നമുക്കൊരു മടുപ്പ്. ഇതാണോ, ഇത്രയ്ക്ക് പഴം തരും, ഒന്നിനും കണക്കില്ല, എത്ര വേണമെങ്കിലും. അവിടെ വലിയ സ്റ്റീൽ അണ്ടാവിലാണ് ഈ വാട്ടർ മെലോണൊക്കെ വെട്ടി പീസായിട്ട് വെച്ചേക്കും. എത്ര വേണമെങ്കിലും നമുക്ക് പോയി തിന്നാം. പക്ഷേ നമ്മുടെ വയറ്റിന് ഒരളവുണ്ടല്ലോ. അതുമാത്രമല്ല, കണ്ട് ചെടിച്ചു പോയി ഒരുമാതിരി. അപ്പം അങ്ങനെ സുമൻ എന്ന് പറഞ്ഞ ഒരു പാർട്ടിസിപ്പൻറ്റിന് 10-15 ദിവസമായപ്പം കരയാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഫുഡ് കണ്ട് മടുത്തു. ഇതേ ഫുഡ് കഴിച്ച് അപ്പോൾ കണ്ണിൽ കൂടെ വെള്ളം വരുന്നു ഈ ഫുഡ് കണ്ടപ്പോൾ.
അപ്പോൾ അത് സദ്ഗുരു കണ്ടു. സദ്ഗുരു കണ്ടപ്പം മനസ്സിലാക്കി, ഉടനെ ഓർഡർ ചെയ്തു എല്ലാവർക്കും അടുത്ത നേരം വെജിറ്റബിൾ ബിരിയാണി കൊടുക്കണം. അവിടെ ചിക്കൻ ബിരിയാണി ഒന്നും കൊടുക്കാനൊക്കത്തില്ലല്ലോ, എല്ലാവർക്കും വെജിറ്റബിൾ ബിരിയാണി കൊടുക്കണമെന്ന് പറഞ്ഞു. അത് തന്നെ വലിയ ഒരു ഫീസ്റ്റ് പോലാണ്. എന്നുവെച്ചാൽ നേരത്തെ ഈ സാത്വിക് ഫുഡ് എന്ന് പറയുന്നത് വലിയ ഉപ്പുമില്ല, എരിയുമില്ല, പുളിയുമില്ല, അങ്ങനത്തെ ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞ് വെജിറ്റബിൾ ബിരിയാണി കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കഴിച്ചു. അപ്പം എല്ലാവരും സുമൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഇത്രേ, നീ അടിക്കടി കരയണം, നീ കരയുമ്പോഴെല്ലാം നമുക്ക് വെജിറ്റബിൾ ബിരിയാണി കിട്ടും എന്ന് പറഞ്ഞതുപോലെ. പിന്നെ വെളിയിൽ മഴയാണെങ്കിൽ ഈ ജൂൺ ജൂലൈ ആഗസ്റ്റിലൊക്കെ അവിടെ മഴയാണല്ലോ. അതുമാത്രമല്ല ഈ മലയടിവാരം എന്ന് പറയുമ്പം ഭയങ്കര മഴയാണ്. അപ്പം ഈ പ്രോഗ്രാം ഒരു സൈഡ് നടന്നാലും മഴ വിടാതെ പെഞ്ഞുകൊണ്ടിരുന്നു. ഓക്കെ, ആകെ ഒരു ദിവസം ജഗ്ഗി ഉറങ്ങുന്നത് 1 മണിക്കൂറായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ രാത്രിയൊക്കെ ഭയങ്കര മഴ, 120 km/h സ്പീഡിലാണ് കാറ്റ്. അതും അവിടെയൊക്കെ വേറെ ഒന്നും തടയാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ കാറ്റെങ്ങനെ ഊന്ന് ശബ്ദത്തോടെ ആയിരിക്കും കാറ്റ് വരുന്നത്. അത് കേൾക്കുമ്പോഴേ നമുക്ക് പേടിയായിരിക്കും. അപ്പോൾ അവിടെ ലൈറ്റും ഇല്ല, കറണ്ടില്ല, ഒന്നുമില്ല, മഴയും പെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു സൗകര്യമില്ല. ഒന്നുമില്ലാത്ത സ്ഥലത്താണ് ഈ 50 പേര് രണ്ടും കൽപ്പിച്ച് പുറപ്പെട്ട് വന്നിരിക്കുന്നത് പഠിക്കണമെന്ന് പറഞ്ഞ്. അപ്പം അതിൽ ഈ കാറ്റിലെ അവിടെ എന്തുവാ, സാധാരണ ഒരു കൂര, ഓല വേഞ്ഞ കൂരയായിരുന്നു. അതൊക്കെ കാറ്റത്തെ എപ്പോഴോ അടിച്ചുകൊണ്ട് പോയി. ടെൻറ്റ് പോലെ ഷീറ്റൊക്കെ ഇട്ട് കെട്ടിയൊക്കെ വെച്ചിരുന്നു, ആണിയൊക്കെ അടിച്ച്, അതൊക്കെ പറന്നു പോയി എപ്പോഴോ. അപ്പോൾ രാത്രി ജഗ്ഗിക്ക് ഇതാണ് ജോലി. അപ്പോൾ ഈ ടെൻറ്റ് എന്നുള്ള സ്ഥലത്ത് ആൾക്കാർ രാത്രി മിഡ്നൈറ്റ് ആകുമ്പോഴത്തേക്കേ സാധന ചെയ്ത് കുഴയും. അപ്പോൾ അവരങ്ങ് കിടന്ന് ഉറങ്ങും. എന്ന് വെച്ചാൽ അടുത്ത ദിവസം രാവിലെ 5 മണിക്ക് എണ്ണിക്കണം. അപ്പം കിട്ടുന്ന സമയം ഉറങ്ങണം. അപ്പോൾ രാത്രി എല്ലാവരും നല്ല ഉറക്കം. പക്ഷേ ജഗ്ഗി ഉറങ്ങത്തില്ല. എന്നുവെച്ചാൽ എപ്പം ഈ ടെൻറ്റ് പോലും കാറ്റ് എടുത്തുകൊണ്ട് പോകുമെന്നുള്ള പേടിയിൽ ജഗ്ഗി ഇങ്ങനെ ഉറങ്ങാതിരിക്കും, അല്ലെങ്കിൽ ഇരുന്നുറങ്ങും. 1 മണിക്കൂറിനൊരിക്കൽ എണിച്ചെണിച്ച് പോയി നോക്കും, എല്ലാവരും ഉറങ്ങുന്നുണ്ടോ, ടെൻറ്റ് ഒക്കെ നേരെ ഇരിപ്പുണ്ടോ, അതോ കാറ്റത്ത് പോയോ. അപ്പം ടോർച്ച് അടിച്ച് അടുത്ത് പോയി നോക്കും. ഇത് ഇപ്പം ബുക്കിൽ എഴുതിയിരിക്കുന്നത് മാത്രമല്ല, ഞാൻ ഈശ യോഗ സെൻറ്ററിൽ ഏതോ ഒരു പ്രോഗ്രാമിന് പോയപ്പം സദ്ഗുരു തന്നെ ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഏതോ ഒരു സന്ദർഭത്തിൽ ഏതോ ഒരു കാര്യം പറഞ്ഞപ്പം, നിങ്ങൾക്കൊക്കെ ഇത്രയും സൗകര്യമുണ്ട്, ഞങ്ങൾ ആദ്യം തുടങ്ങിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം വിവരിച്ച് തന്നു. അതുകൊണ്ടാണ് എനിക്ക് കൂടുതലും ഇത് മനസ്സിലാവുന്നത്. അപ്പം രാത്രി ഒരു ദിവസം ടെൻറ്റ് മൊത്തം താഴെ വീണു. മഴവെള്ളത്തിൽ നനഞ്ഞ് അങ്ങ് താഴെ വീണു. പിന്നെ ഒരു 15 പേരെ ഉണർത്തി എല്ലാവരും കൂടെ ചേർന്ന് കയറൊക്കെ പിടിച്ച് വലിച്ച് കെട്ടി. എന്നാൽ മറ്റവരൊക്കെ എന്തുവാ, നല്ല ഉറക്കം. അവർക്ക് വെളിയിൽ മഴ പെയ്യുന്നതോ കാറ്റടിക്കുന്നതോ ഈ ടെൻറ്റ് വീണതോ ഒന്നും അറിയാൻ വയ്യ. അത്രയ്ക്ക് അവരെ മറന്നങ്ങ് ഉറങ്ങുമായിരുന്നു. എന്നുവെച്ചാൽ ആ സാധനയുടെ വേഗം അങ്ങനെ, ആ സാധനയുടെ ശക്തി അങ്ങനെ. അപ്പം പിന്നെ ഇവർ ഒരേ സ്ഥലത്താണ് മെഡിറ്റേഷൻ ചെയ്യുന്നതും സാധന ചെയ്യുന്നതും ഉറങ്ങുന്നതും. അത് അന്ന് സൗകര്യമില്ലാത്ത സമയത്ത് അവരങ്ങനെ ചെയ്തു. പക്ഷേ എല്ലാ സൗകര്യമുള്ള 2020 പോലും ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. എൻ്റെ ബാച്ച് കഴിഞ്ഞ് ഒരു 2-3 സമയമായേ നടന്നിട്ടുള്ളൂ. പക്ഷേ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയ ഹാൾ, ആദിയോഗി എന്ന് പറഞ്ഞൊരു വലിയ ഹാള്, അതിൽ 10,000 പേര് ഇരിക്കാനുള്ള ഹാളാണ്. അപ്പം നമുക്ക് ഒരു 4,000 പേര് ഉണ്ടായിരുന്നു പാർട്ടിസിപ്പൻസ്. ഞങ്ങൾക്കൊക്കെ നല്ല ഒരു മെത്തയും തലേണയും തരും. മെത്ത വിരിച്ച് കിടക്കണം. രാവിലെ ആകുമ്പോൾ മെത്തയെ 2ആയിട്ട് മടക്കി അതിൻ്റെ പുറത്തിരുന്ന് മെഡിറ്റേഷൻ ചെയ്യണം. അതേ ഈ ആദ്യം തുടങ്ങിയ സ്റ്റൈലാണ് ഒടുക്കം വരെ സദ്ഗുരു ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരാഴ്ച
അവർ ഒരു മെത്ത എന്നുള്ള ഒരു ബെഡും ഉണ്ടായിരുന്നു. അതിനകത്താണ് കിടക്കുന്നത്. രാവിലെ ആകുമ്പോൾ അതിനെ രണ്ടായിട്ട് മടക്കി അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് തന്നെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യും. അങ്ങനെ ഒരാഴ്ച നല്ല രീതിയിൽ അവർ ചെയ്തു മെഡിറ്റേഷൻ. ഒടുക്കം നോക്കിയപ്പോൾ മെത്തയെ ഇല്ലാതായി. മെത്ത ഇല്ലാന്ന് വെച്ചാൽ ഇറ്റുപോയി. എന്താണെന്ന് വെച്ചാൽ അടിയിൽ ഈ ടെർമൈറ്റ്സ് വന്ന് കടിച്ച് തിന്നുമായിരുന്നു. ഈ മഴവെള്ളത്തിൽ മണ്ണിൻ്റെ പുറത്തല്ലേ ഇട്ടിരുന്നത്. അപ്പം അടിയിൽ നിന്ന് ഈ ടെർമൈറ്റ്സ് വന്ന് കരയാനെന്ന് പറയത്തില്ലേ, അത് വന്ന് മെത്തയുടെ അടിഭാഗം മൊത്തം അത് കടിച്ചങ്ങ് തിന്നു. മെത്തയെന്ന് പറയാൻ ഒന്നുമേ ഇല്ലായിരുന്നു. പക്ഷേ ഇവർക്കത് അറിഞ്ഞൂടാ. ഇവരതിൻ്റെ പുറത്തിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുക. ടെർമൈറ്റ്സ് ആണെങ്കിൽ താഴെ വന്ന് അതിനെ അത്രയും അരിച്ച് തിന്നുകൊണ്ട് അതിൻ്റെ ജോലി ചെയ്തു. അവരുടെ ജോലി ചെയ്തു, അത്രയേ ഉള്ളൂ. ഒടുക്കം 7ാമത്തെ ദിവസം 10ാമത്തെ ദിവസം ആയപ്പം ഒന്നുമില്ല, മെത്തയെന്ന് പറയാനുള്ള ഒരു സംഗതിയേ ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു അവിടുത്തെ സംഗതി. പിന്നെ ഈ ടെൻറ്റൊക്കെ താഴെ വീണപ്പം ജഗ്ഗി പറഞ്ഞു, വാ നമുക്ക് കാട്ടിൽ പോവാം. എന്തായാലും ഇവിടെ ടെൻറ്റില്ല, സൗകര്യമില്ല, എന്നാൽ പിന്നെ നമുക്ക് കാട്ടിൽ പോവാം എന്ന് പറഞ്ഞ് ഈ ഫോറസ്റ്റിൽ പോയി. ഈ മലയടിവാരത്തിൽ തന്നെ അകത്തോട്ട് ഡീപ്പായിട്ട് പോയി അവിടെ ഇരുന്ന് അവിടെ ഒരു വാട്ടർഫോളുണ്ട്, ഒരു ചെറിയ വെള്ളച്ചാട്ടം. അതിൻ്റെ അടുത്ത് ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ 4-5 ദിവസം. എന്താ വെച്ചാൽ ഇവിടെ ടെൻറ്റെല്ലാം പൊളിഞ്ഞു കിടക്കുന്നു. ഇപ്പോൾ ടെൻറ്റിനെ ശരിയാക്കണമെങ്കിൽ ആൾക്കാരെ വിളിക്കണം. ആ മഴയത്ത് ആര് വരും, ആര് ചെയ്യും? അങ്ങനെ ശരി, അത് റിപ്പയർ ചെയ്ത് ശരിയാവുന്നവരെ നമുക്ക് ഇവിടെ ഫോറസ്റ്റിൽ തങ്ങാം എന്ന് പറഞ്ഞ് ഒരു വാട്ടർഫാളിൻ്റെ അടുത്ത് അവർ സെറ്റിലായി. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ മുനികളും ഋഷികളും ഒക്കെ എപ്പോഴും നടന്നാണ് ഒരു സ്ഥലം വിട്ട് ഇനിയൊരു സ്ഥലം പോകുന്നത്. ആദിശങ്കരർ കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ 4 പ്രാവശ്യം നടന്നാണ് പോയത്. അപ്പം തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് നടന്നാണ് അവർ പോകുന്നത്. എന്തുകൊണ്ട് അവർ നടന്നു പോകുന്നു എന്ന് വെച്ചാൽ, അവർ നടക്കുമ്പോഴാണ്, അവരുടെ പാദം തറയിൽ ഭൂമിയിൽ പെടുമ്പോഴാണ് അവർക്ക് ഈ ശക്തിയുള്ള സ്ഥലങ്ങൾ മനസ്സിലാവുന്നത്. നല്ല എനർജി ഉള്ള ഒരു സ്ഥലത്ത് അവർ പോകുമ്പം അവർക്കറിയും. അവിടെ അവർ സ്റ്റേ ചെയ്യും, അവിടെ ഒരു കോവിൽ നിർമ്മാണിക്കും. അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് അവർ കാൽനടയായിട്ട് നടന്നു പോകുന്നത്. അപ്പം ഇപ്പം മൂകാംബികയൊക്കെ പോകുമ്പോഴേ ഇപ്പം മൂകാംബികയൊക്കെ പോകുമ്പോൾ നമുക്കിപ്പം നല്ല സൗകര്യമാണ്. ട്രെയിനിൽ മാംഗ്ലൂർ പോവുക, അവിടുന്ന് പിന്നെ ഒരു 4 മണിക്കൂറിൻ്റെ ബസ് യാത്രയുണ്ട്. എന്നുവെച്ചാൽ മലയിലൊക്കെ പോകുമ്പോൾ ട്രെയിനില്ല, അപ്പം ബസ്സിൽ പോയാലേ പറ്റൂ. അപ്പം ബസ്സിൽ 4 മണിക്കൂർ യാത്ര, അവിടെ പോകുന്നു. അവിടെ ഈ മൂകാംബികയെ ക്ഷേത്രത്തിനെ ചുറ്റിയും പറ്റിയുമുള്ള വളർച്ചയെല്ലാം ആ ക്ഷേത്രം കാരണമാണ്. ക്ഷേത്രം എന്ന് പറയുന്നത് ഈ വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ ഒരു ഭാഗത്തിലാണ് നിർമ്മാണിച്ചിരിക്കുന്നത്. അതാരാ ഉണ്ടാക്കിയത്? ആദിശങ്കരർ. അപ്പോൾ ആദിശങ്കരർ ഇങ്ങനെ നടന്നു പോകുമ്പം അദ്ദേഹത്തിന് മനസ്സിലാകും ഇവിടെ നല്ല എനർജി ഉണ്ട്, അവിടെ ഒരു പ്രതിഷ്ഠ ചെയ്യും. അപ്പോൾ ആളുകൾ വന്ന് തൊഴും, അവർക്ക് ആ എനർജി കിട്ടട്ടെ എന്നുള്ള ഒറ്റ ചിന്തയാണ് ഈ കോവിലുകൾ നിർമ്മാണിക്കുന്നതിൻ്റെ കാരണം. അപ്പം മൂകാംബികയിൽ നിന്ന് കുറച്ചും കൂടെ മേളിൽ പോയാൽ കുടജാദ്രി എന്നൊരു സ്ഥലം വരും. സത്യത്തിലും പറഞ്ഞാൽ മൂകാംബികയെ പ്രതിഷ്ഠ ചെയ്തത് കുടജാദ്രിയിലാണ്. കുടജാദ്രിയിലൊക്കെ നമുക്ക് മലയാണത്, നല്ല കയറ്റമുള്ള മലയാണ്. ജീപ്പുകൾ പോകും. ഞാനൊക്കെ പല പ്രാവശ്യം ജീപ്പിൽ പോയിട്ടുണ്ട്. ജീപ്പിൽ പോയാലും കഷ്ടം തന്നെയാണ്. ജീപ്പിനകത്തിരുന്നാലും നട്ടെല്ല് 2ആയിട്ട് വരും, കയ്യിലെടുക്കുന്ന പോലെ വരും. അത്രയ്ക്ക് പാടുള്ള ഒരു സംഗതിയാണ്. എന്നാലും ഞാനും പല പ്രാവശ്യം അവിടെ കുടജാദ്രിയിൽ പോയിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ അമ്പലമുണ്ട്. ആദിശങ്കരർ ശരിക്കും നിർമ്മാണിച്ചത് അവിടെയാണ് അമ്പലം. പക്ഷേ എല്ലാവർക്കും വന്ന് ചെന്ന് ചേരാൻ വലിയ ബുദ്ധിമുട്ടെന്നുള്ളതുകൊണ്ട് രണ്ടാമത് ഉണ്ടാക്കിയതാണ് ഈ ഇപ്പോഴത്തെ ക്ഷേത്രമുള്ള സ്ഥലം. ശരിക്കും പറഞ്ഞാൽ കുടജാദ്രിക്ക് മേലെ വേറൊരു സ്ഥലമുണ്ട്, ചിത്രമൂല എന്ന് പറയും. ഞാൻ 99-ലോ
തൊണ്ണൂറ്റിയേഴിലോ അവിടം വരെ പോയിട്ടുണ്ട്. എന്നുവെച്ചാൽ അപ്പോഴൊക്കെ എൻ്റെ പ്രായത്തിന് എനിക്ക് കയറാൻ പറ്റി. കുടജാദ്രി വരെ ജീപ്പ് പോകും. കുടജാദ്രിക്ക് മേലെയാണ് ഈ ചിത്രമൂല. അവിടെ ഒരു ജീപ്പും ഒന്നും പോകത്തില്ല. കുടജാദ്രി വരെ പോലും ജീപ്പ് പോകത്തില്ല. മുക്കാൽ ഭാഗം പോകുമ്പോഴത്തേക്ക് അവർ നമ്മളെ ഇറക്കി വിട്ടിട്ട് അവിടെ വെയിറ്റ് ചെയ്യത്തേ ഉള്ളൂ. ബാക്കി സ്ഥലം നമ്മൾ വേണം വലിഞ്ഞു കയറി പോകാൻ. അപ്പോൾ അതിനും മീതെയാണ് ഈ ചിത്രമൂല. ഈ ചിത്രമൂലയുടെ പ്രാധാന്യം എന്തുവാന്ന് വെച്ചാൽ അവിടെ നല്ല ഒരു വെള്ളച്ചാട്ടമുണ്ട്, ഒരു വാട്ടർഫാളുണ്ട്. അവിടെ ആദിശങ്കരർ ഒരു ശിവലിംഗത്തിനെ വെച്ച് പൂജിച്ചിട്ടുണ്ട്. ആ ശിവലിംഗം ഇപ്പോഴും അവിടെ ഉണ്ട്. ഞാൻ 96-ലോ 97-ലോ എങ്ങാണ്ട് ഞാൻ പോയ സമയത്തും ആ ശിവലിംഗം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇവർ പകല് പൂരം, ഈ യോഗികളും ഋഷികളും മുനികളും ഒക്കെ പകല് പൂരം നടക്കും. രാത്രി എവിടെയെങ്കിലും അവരൊന്ന് സെറ്റിലാവണ്ടേ? അങ്ങനെ സെറ്റിലാകുന്ന സ്ഥലം വെള്ളമുള്ള സ്ഥലത്തായിരിക്കും സെറ്റിലാകുന്നത്. എന്നുവെച്ചാൽ അവർക്ക് അടുത്ത ദിവസം പ്രാഥമിക ആവശ്യങ്ങളുണ്ട്. കുളിക്കാനും പല്ല് തേയ്ക്കാനും എല്ലാത്തിനും വെള്ളം വേണം. അപ്പോൾ ഇവിടത്തെ പോലെ ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്ന സംഗതിയൊന്നും ഇല്ലല്ലോ. അപ്പം എവിടെ ഈ വെള്ളം, കുളം അല്ലെങ്കിൽ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ വാട്ടർഫാൾ, വെള്ളം മലയിൽ നിന്ന് വീഴുന്ന സ്ഥലം, അവിടേക്കാണ് ഇവർ സെറ്റിലാവുന്നത്. അപ്പോൾ ഈ ചിത്രമൂല എന്നുള്ള സ്ഥലത്തും നല്ല ഒരു വെള്ള പായ്ച്ചലോ ഉള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അപ്പോഴൊക്കെ ആ പ്രായത്തെ എനിക്ക് കയറാൻ പറ്റി, ഞാൻ കണ്ടു. അപ്പം ഇവിടെയും എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ സദ്ഗുരു ഈ 50 പാർട്ടിസിപ്പൻസിനെയും കൊണ്ടുപോയതും അങ്ങനെ ഒരു സ്ഥലത്താണ്. അപ്പം പകല് എങ്ങനെയെങ്കിലുമൊക്കെ അവർ മാനേജ് ചെയ്യും. രാത്രി എവിടെ കറണ്ടില്ല, ഒരു ലൈറ്റില്ല, ഒന്നുമില്ല. അപ്പം ഈ പാറയിലും പാറയുടെ മീതും അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും ഇരുന്ന് ഉറങ്ങുന്നത്. ഒരു വെട്ടവും വെളിച്ചവും ഇല്ലാത്ത സ്ഥലത്ത് ഒരാളിന് അത് 48 പേർക്കും ഒന്നിച്ച് ഇരിക്കാനുള്ള ഒരു സ്ഥലം അവർക്ക് കിട്ടിയില്ല. അപ്പം ചിലരൊക്കെ നിന്നുകൊണ്ടായിരിക്കും രാത്രി ഉറങ്ങുന്നത്. എന്നുവെച്ചാൽ ആ 2 കാല് വയ്ക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. അത്രയ്ക്കൊരു ഇടുങ്ങിയ ഒരു സ്ഥലത്താണ് ഇവർ പോയി പ്രാക്ടീസൊക്കെ ചെയ്ത്. അതിൽ ഒരാളിന് ഒരു ഗുഹ പോലെ ഒരു സ്ഥലം കിട്ടി. അന്ന് രാത്രി മുഴുക്ക വളരെ ഹാപ്പിയായിട്ട് അതിനകത്ത് ഇരുന്നു. പിറ്റേ ദിവസം രാവിലെ വെളിച്ചം വന്നപ്പോഴാണ് അവർക്ക് അറിയുന്നത് അത് ഒരു വലിയ പാമ്പിൻ്റെ പുറ്റായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു പാർട്ടിസിപ്പൻ്റ് എനിക്ക് നല്ല സ്ഥലം കിട്ടി എന്ന് പറഞ്ഞ് അകത്ത് കയറി കിടന്ന് ഉറങ്ങിയ സ്ഥലം എന്ന് പറയുന്നത് പാമ്പിൻ്റെ ഒരുപാട് പാമ്പുകൾ ഇരിക്കുന്ന ഒരു വലിയ ഒരു പുറ്റിൻ്റെ ഒരു ഗുഹ പോലെ കാണുന്ന ഒരു സ്ഥലം, ഒരു കുഴി പറിച്ച് വെച്ചിരിക്കത്തില്ലേ, അതുപോലത്തെ ഒരു സ്ഥലത്താണ് ഇദ്ദേഹം പോയി സുഖമായിട്ട് കയറി കിടന്നുറങ്ങിയത് രാത്രി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവർ കഷ്ടപ്പെട്ട് കാറ്റും മഴയും വെയിലും ഒന്നും വകവയ്ക്കാതെ ഗുരുവേ ശരണം ഗുരുവേ ഗതി എന്ന് പറഞ്ഞ് ഇത്രയും സാധനങ്ങളൊക്കെ പഠിച്ചത്. പിന്നെ മഴയാണെങ്കിൽ അങ്ങനത്തെ മഴ, അതായത് എല്ലിനെ പോലും അലിച്ചെടുക്കുന്ന മഴ. ആ റെയിനി സീസൺ അത് അങ്ങനെയാണ്. അവിടെയൊക്കെ നല്ല മഴയാണ്, അതുകൊണ്ടാണ്. പിന്നെ എന്നാലും അവർക്കാർക്കും ഒരു മനസ്സിലൊരു ഭയമൊന്നും തോന്നിയില്ല. നമുക്ക് ഗുരുവുണ്ട്, ഗുരു നോക്കിയോളും, ഗുരുവിൻ്റെ പുറത്തുള്ള ഒരു വിശ്വാസം. അതുമാത്രമല്ല, ജഗ്ഗിയുടെ കൂടാണ്, 4 വയസ്സ് മോളാണ്. അതും അവിടെ തന്നെ അവരുടെ കൂടെ തന്നെ നിൽക്കും. എന്നുവെച്ചാൽ അമ്മ ബാങ്കിൽ പോകുന്നതുകൊണ്ട് മുക്കാലും വളർത്തത് ജഗ്ഗിയാണ്. അപ്പം ജഗ്ഗി പാർട്ടിസിപ്പൻസിൻ്റെ കൂടെ കളിക്കും, പാർട്ടിസിപ്പൻസിന് ബ്രേക്ക് കിട്ടുമ്പം കളിക്കും. ബാക്കി സമയത്തൊക്കെ സദ്ഗുരു ഡയസിൽ ഇരുന്ന് ക്ലാസ് എടുക്കുമ്പം അവിടെ ചുറ്റിയും പറ്റിയും നിന്ന് കളിക്കും.
അവിടെ തന്നെ കിടന്ന് ഉറങ്ങും. അത് അങ്ങനെ തന്നെ എല്ലാവരുടെ കൂടെയും ചേർന്നങ്ങ് വളർന്നു ആ കൊച്ച്. വോളണ്ടിയേഴ്സൊക്കെ കുറച്ച് നോക്കിയോളും, അങ്ങനെയൊക്കെ. അങ്ങനെ എല്ലാവരും അതായത് ഞാൻ എന്തോ ഇവിടെ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു ആശ്രമത്തിൽ തന്നെ ഒരു കുറച്ച് റൂംസൊക്കെ എടുത്ത് ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നു എന്ന് വെച്ചോണം. ഫസ്റ്റ് നമ്മൾ വരുമ്പോൾ എന്തുവാ, റൂമിൽ എത്ര സൗകര്യമുണ്ട്, AC ഉണ്ടോ, ഫാനുണ്ടോ, ലൈറ്റുണ്ടോ, ടോയ്ലറ്റ് ഉണ്ടോ, വെസ്റ്റേൺ ആണോ, ഇന്ത്യൻ ആണോ, ഷവറുണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ നോട്ടം. പക്ഷേ അപ്പം വന്ന ആ 50 പേർക്കും ഒന്നുമേ അവർ ചിന്തിക്കാതെയാണ് വന്നത്. അവർക്ക് ആകെ ഉള്ളത് അവരുടെ പുറത്തുള്ള വിശ്വാസം പോലുമല്ല, അവരുടെ യോഗ ഗുരുവിൻ്റെ പുറത്തുള്ള ഒരു വിശ്വാസം. എന്നുവെച്ചാൽ ഒരുപാട് പേർക്ക് ഈ യോഗ മാസ്റ്ററുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പല അസുഖങ്ങളും മാറി. അതിങ്ങനെ വായ്മൊഴിയായിട്ട് വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയത്തില്ലേ, പറഞ്ഞ് ഒരുപാട് പേർക്ക് ജഗ്ഗിയുടെ പുറത്തൊരു വിശ്വാസം. ജഗ്ഗി പറയുന്ന പോലെ നമ്മൾ യോഗയൊക്കെ ചെയ്താൽ നമുക്ക് അസുഖങ്ങൾ മാറിക്കിട്ടും. ഈ അസുഖങ്ങൾ മാറാനായിട്ടേ വന്ന് ക്ലാസ് ചേർന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. അവിടെ യാതൊരു സൗകര്യമില്ലാത്ത സ്ഥലത്താണ് അത്രയും മഴയുടെ ഇടയിൽ അവർ ഒരു ദിവസം 15-20 മണിക്കൂർ സാധനയ്ക്ക് വേണ്ടി ഒതുക്കിയെന്ന് വെച്ചാൽ അവരുടെ എത്ര തീവ്രത ഉണ്ടായിരുന്നു എന്ന് ആണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.